ഗ്രൂപ്പ് പോരിൽ ജയിച്ച ഉമ്മൻചാണ്ടി. ഗ്രൂപ്പ് പോരിൽ ഉമ്മൻചാണ്ടി വിജയിച്ചു. വയനാട്ടിൽ ടി സിദ്ദിഖ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ആലപ്പുഴയിൽ ഷാനിമോളെയും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെയുമാണ് ഡൽഹി ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത്. വടകരയുടെ കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായില്ല. സ്ഥാനാർത്ഥികളെ രാഹുൽ ഗാന്ധി തീരുമാനിക്കുമെന്ന് മുകുൾ വാസ്നിക്. ഇതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി വീണ്ടും യോഗം ചേരില്ല. പ്രഖ്യാപനം വൈകിട്ടുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. 4-ൽ 3 തീരുമാനമായി. അവസാനവട്ട ചർച്ചയിലും ടി സിദ്ദിഖിനായി ഉമ്മൻചാണ്ടി ഉറച്ചുനിന്നതോടെ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും മയപ്പെടുകയായിരുന്നു. ഡൽഹിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വസതിയിൽ നടന്ന ചർച്ചയ്ക്കിടെ നിലപാട് വ്യക്തമാക്കിയ ശേഷം രമേശ് ചെന്നിത്തല കേരളത്തിലേക്ക് മടങ്ങി. അവസാനം വരെ മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ പേരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ച് തീരുമാനം വിശദീകരിച്ചു. വയനാട്ടിൽ സിദ്ദിഖെന്ന തീരുമാനം വന്നതോടെ ആലപ്പുഴയുടെയും ആറ്റിങ്ങലിന്റെയും കാര്യത്തിൽ തീരുമാനം എളുപ്പമായി. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ടുണ്ടാകും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം തന്നെയുള്ളത്. അതേസമയം വടകരയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ വിദ്യാ ബാലകൃഷ്ണനെയാണ് അവസാന റൗണ്ടിൽ പരിഗണിച്ചത്. എന്നാൽ P ജയരാജനെതിരെ കുറച്ചുകൂടി കരുത്തുള്ള സ്ഥാനാർത്ഥി വേണമെന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ നിർദ്ദേശം. ഇതും വടകര സീറ്റിലെ അനിശ്ചിതത്വം തുടരാൻ കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഉണ്ണി, 4-ൽ 3 സീറ്റിലും ഏകദേശം തീരുമാനമായിരിക്കുന്നു. ഒരു സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ ഒരു സീറ്റിലെ കൺഫ്യൂഷൻ എപ്പോഴേക്ക് മാറും? ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അത് ഏത് സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം? ഉണ്ണി, കേൾക്കുന്നുണ്ടോ? ഉണ്ണി, 4 സീറ്റിൽ 3 സീറ്റിലും ഇപ്പോഴും തീരുമാനം ആയിരിക്കുകയാണ്. ഏകദേശം ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. 4ാമത്തെ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ ഒരു സീറ്റിന്റെ കാര്യത്തിലെ കൺഫ്യൂഷൻ എപ്പോഴേക്ക് മാറും? ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഏത് സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം? അമീന, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് മത്സരിക്കുമെന്നതിലൊഴിച്ച് പൂർണ്ണമായ ഒരു തീരുമാനം എന്ന രീതിയിൽ പേരുകൾ ഹൈക്കമാൻഡിന് മുമ്പാകെ പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേര് തന്നെ ഏറെക്കുറെ അതിൽ ഉറപ്പാകുന്നുവെങ്കിലും ആ പേര് കൃത്യമായ ഒരു അന്തിമ പേരെന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല. ഇന്ന് രാവിലെ മുല്ലപ്പള്ളിയുടെ വസതിയിൽ ചേർന്നിരിക്കുന്ന കൂടിയാലോചനാ യോഗത്തിൽ ഏറ്റവും അന്തിമമായ ചർച്ചയിൽ ഉമ്മൻചാണ്ടി വളരെ ശക്തമായി വയനാട് മണ്ഡലത്തിൽ സിദ്ദിഖിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന അവകാശവാദത്തിൽ ഉന്നയിച്ച് നിൽക്കുകയായിരുന്നു. A ഗ്രൂപ്പിന് വയനാട് വേണമെന്ന ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദത്തെ അനുനയിപ്പിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി ആ ചർച്ചയ്ക്ക് ഇനി കൂടുതലായി തനിക്ക് ഒന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് യോഗത്തിൽ നിന്നും പോയിരിക്കുന്നത്. ഇതിനുശേഷം ഈ വയനാട് മണ്ഡലത്തിലെ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനായുള്ള ധാരണയിലാണ് എത്തിയത്. ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദം വിജയിക്കുമെന്നും A ഗ്രൂപ്പിന് തന്നെ, അതായത് ടി സിദ്ദിഖിന് തന്നെ വയനാട് മണ്ഡലം കിട്ടുമെന്നുമുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് അവർ ഏതാണ്ട് ആ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുമോ എന്നാണ് അറിയേണ്ടത്. KPCC നേതൃത്വം വളരെ ശക്തമായി ടി സിദ്ദിഖിനെ വയനാട് നിന്നും വടകര മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം രാഹുൽ ഗാന്ധിയുടേതായിട്ടായിരിക്കും വരിക. A ഗ്രൂപ്പിന്റെ സമ്മർദ്ദം ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും രാഹുൽ ഗാന്ധി അതിനെ മറികടന്നുകൊണ്ട് സിദ്ദിഖിനെ വയനാട് നിന്നും വടകരയിലേക്ക് മാറ്റാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. വയനാടേക്ക് ഇന്നിപ്പോൾ ഹൈക്കമാൻഡിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന പേരുകളിൽ VV പ്രകാശിന്റെ പേരുണ്ട്. അദ്ദേഹം A ഗ്രൂപ്പ് ആണെങ്കിലും I ഗ്രൂപ്പും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ KP അബ്ദുൾ മജീദിന്റെ പേരുണ്ട്. അദ്ദേഹം I ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ്. രമേശ് ചെന്നിത്തല ഈ 2 പേരുകളും ശക്തമായി പരിഗണിക്കണമെന്ന വാദമാണ് ഉന്നയിച്ചത്. ഷാനിമോൾ ഉസ്മാന്റെ പേര് കൂടി ഒരുപക്ഷെ I ഗ്രൂപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ആലപ്പുഴ സംബന്ധിച്ചും ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്ന് നേതാക്കൾ പറയുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഷാനിമോളുടെ പേര് ആലപ്പുഴയ്ക്ക് പകരം വയനാട്ടിലേക്ക് കൊണ്ടുവരണമോ എന്നൊരു നിർദ്ദേശം കൂടി ഹൈക്കമാൻഡിന് മുന്നിൽ തുറന്നിടുക എന്നാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഏതായാലും വയനാടിൽ സിദ്ദിഖ് തന്നെ ഉറപ്പാകുമോ, അതിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തിരുത്തൽ അവസാന നിമിഷം ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ കർണാടകയിലെ ഗുൽബർഗ സന്ദർശിക്കുകയാണ്. അധികം ആ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ഇതിലൊരു തീരുമാനമുണ്ടാകും. ACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് തന്നെ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി അന്തിമമായ തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇന്നിപ്പോൾ ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും കുറഞ്ഞു വരുന്നു എന്ന് തോന്നുന്നു. കാരണം KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് വൈകിട്ടോടുകൂടി കേരളത്തിലേക്ക് മടങ്ങാനിരുന്നതാണ്. 4 മണിക്ക് അദ്ദേഹം ആ യാത്ര റദ്ദാക്കിയിട്ടുണ്ട്. ഇതുവരെയും അന്തിമ തീരുമാനം വരാത്ത സാഹചര്യത്തിൽ നാളെ കേരളത്തിലേക്ക് മടങ്ങാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം.
തീരുമാനം. അതുകൊണ്ട് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇന്ന് തിരിച്ചെത്തിയാലും തീരുമാനം നാളെ മാത്രമേ ഉണ്ടാവൂ എന്ന തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളും തുടരുന്നുണ്ട്. അമീന. ശരി, ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് തർക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി VM സുധീരൻ. ഗ്രൂപ്പ് തർക്കം ജനങ്ങളുടെ മനസ്സും അടുപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂലമായിരുന്ന രാഷ്ട്രീയ സാഹചര്യം ഗ്രൂപ്പുകൾ തമ്മിലടിച്ച് ഇല്ലാതാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ വേദനയുണ്ടെന്നും സുധീരൻ പറഞ്ഞു. ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശലും ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നതിൽ, കാലതാമസം എടുക്കുന്നതിൽ, അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വടകരയിലെ UDF സ്ഥാനാർത്ഥി നിർണയം നീളുന്നതിനിടെ നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ. മുല്ലപ്പള്ളി രാമചന്ദ്രനും ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന വിദ്യാ ബാലകൃഷ്ണനുമെതിരെ മണ്ഡലത്തിൽ പലയിടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനാൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന UDF മണ്ഡലം കൺവെൻഷൻ മാറ്റിവെച്ചു. വടകരയിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശവുമായാണ് കുറ്റ്യാടിയിലും നാദാപുരത്തുമൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്ററുകൾ. കോൺഗ്രസ് നേതൃത്വം എതിരാളികൾക്ക് വഴങ്ങിക്കൊടുക്കുകയാണെന്നാണ് ആക്ഷേപം. KPCC അധ്യക്ഷനെതിരെയും പരാമർശമുണ്ട്. ഗ്രൂപ്പ് സമുദായ സമവാക്യങ്ങളുടെ പേരിൽ ദുർബല സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ കൊണ്ടുവന്നാൽ എതിർപ്പ് നേരിടേണ്ടി വരും. മുല്ലപ്പള്ളി മത്സരിക്കാൻ തയ്യാറല്ലാത്ത സ്ഥിതിക്ക് മണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണമെന്നാണ് ആവശ്യം. RMP കൂടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഈ ആവശ്യം ശക്തമായി. ഇന്ന് നടക്കാനിരുന്ന മണ്ഡലം കൺവെൻഷൻ നീട്ടിവെച്ചതോടെയാണ് പ്രതിഷേധം പരസ്യമായത്. നേതാക്കൾ ഡൽഹിയിലായതിനാലാണ് കൺവെൻഷൻ നീട്ടിയതെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും അണികൾ തൃപ്തരല്ല. സ്ഥാനാർത്ഥി തർക്കം P. ജയരാജന് ഊർജ്ജമായെന്ന ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വ്യാപകമാണ്. ഇന്നും പ്രഖ്യാപനമുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. വടകരയിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, News 18. SDPIയുടെ സഹായത്തോടെ ഏതെങ്കിലും സ്ഥാനം നേടുന്നതിലും ഭേദം പാർട്ടി പിരിച്ചുവിടുന്നതാണെന്ന് ഡോക്ടർ MK മുനീർ. പറപ്പൂൽ പഞ്ചായത്തിൽ SDPIയുമായി ഒന്നിച്ചു ഭരിക്കുന്നവരാണ് CPM. ആദ്യം ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് വേണം ലീഗിനെ വിമർശിക്കാൻ. കണ്ണൂരിൽ CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന് പ്രതിരോധം തീർക്കാൻ സുധാകരന് മാത്രമേ കഴിയൂ എന്നും മുനീർ കണ്ണൂരിൽ പറഞ്ഞു. കുഴഞ്ഞുമറിഞ്ഞ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക. തൃശൂർ സീറ്റ് BDJSന് നൽകാൻ തീരുമാനിച്ചതോടെ K. സുരേന്ദ്രൻ മത്സരിക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലായി. ശോഭാ സുരേന്ദ്രനും MT രമേശും മത്സരത്തിനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പത്തനംതിട്ടയിൽ മാത്രമേ മത്സരിക്കാനുള്ളൂ എന്ന നിലപാടിലാണ് അൽഫോൺസ് കണ്ണന്താനം. പാർട്ടിയിൽ പുതുതായി എത്തിയ KS രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ, ടോം വടക്കൻ എറണാകുളത്തും മത്സരിച്ചേക്കും. പത്തനംതിട്ടയോ തൃശൂരോ സാധ്യത കൽപ്പിച്ചിരുന്ന K. സുരേന്ദ്രന് തൃശൂർ ലഭിക്കില്ലെന്ന് ഉറപ്പായി. പത്തനംതിട്ടയിൽ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ പേരിനാണ് മുൻതൂക്കം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സുരേന്ദ്രന്റെ പേര് ചർച്ചയാവുന്നുവെങ്കിലും ഇവിടെ മത്സരിക്കാൻ സുരേന്ദ്രന് വ്യക്തിപരമായി താൽപ്പര്യമില്ല. എല്ലാം ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് പറഞ്ഞൊഴിയുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. കേരളം 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. എങ്കിലും നാളെ ലിസ്റ്റ് പരിഗണിച്ച് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയിലേക്ക് പുതിയതായി എത്തിയ KS രാധാകൃഷ്ണനും ടോം വടക്കനും സീറ്റ് നൽകേണ്ടി വരുന്നതാണ് സ്ഥാനാർത്ഥി ചർച്ചകളെ അനിശ്ചിതത്വത്തിൽ ആക്കുന്നത്. ടോം വടക്കൻ എറണാകുളത്തും KS രാധാകൃഷ്ണനെ ആലപ്പുഴയിലും ചാലക്കുടിയിലും പരിഗണിക്കുന്നുണ്ട്. ടോം വടക്കൻ പാർട്ടിയിലേക്ക് വന്ന സാഹചര്യത്തിൽ എറണാകുളം സീറ്റ് BDJSൽ നിന്നും BJP ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനിടെ ടോം വടക്കനും PS ശ്രീധരൻപിള്ളയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. News 18 ഡൽഹി, തിരുവനന്തപുരം. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കും. തൃശൂർ അടക്കം 5 മണ്ഡലങ്ങളിലാണ് BDJS മത്സരിക്കുക. SNDP ഭാരവാഹിത്വം രാജിവെക്കാതെയാകും തുഷാർ ജനവിധി തേടുക. തോറ്റാൽ രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനത്തെ തുടർന്നാണ് തുഷാർ മത്സരിക്കാൻ തയ്യാറായത് എന്നാണ് സൂചന. BDJSന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിലുള്ള പ്രതിഷേധമെന്ന നിലയ്ക്കാണ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചത്. അമിത്ഷായുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച ഉറപ്പ് ലഭിച്ചതായാണ് സൂചന. 8 സീറ്റ് ആവശ്യപ്പെട്ട BDJSന് 5 സീറ്റുകളാണ് ലഭിച്ചത്. തൃശൂരിന് പുറമെ വയനാട്, ആലത്തൂർ, മാവേലിക്കര, ഇടുക്കി എന്നീ സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നത്. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും. ആലത്തൂരും മാവേലിക്കരയും അടക്കം 2 സംവരണ സീറ്റുകളും BDJSനാണ്. ഇതിൽ ആലത്തൂരിൽ KPMS നേതാവ് TV ബാബുവും മാവേലിക്കരയിൽ തഴവ സഹദേവനും മത്സരിക്കും.
ഇടുക്കിയിൽ ബിജു കൃഷ്ണനെയും വയനാട്ടിൽ ആന്റോ അഗസ്റ്റിനെയുമാണ് BDJS ഇറക്കുന്നത്. ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടാൽ മുൻപ് വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് തുഷാറിന് ലഭിക്കുമെന്ന ഉറപ്പ് അമിത്ഷാ നൽകിയതായാണ് സൂചന. അതേസമയം ചുമതലകൾ രാജിവെച്ച ശേഷമേ SNDP ഭാരവാഹികൾ മത്സരിക്കാവൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ആർക്കെങ്കിലും നിൽക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അവർ ഇതിനകത്ത് നിന്ന് ഒരു രാജ്യം തന്നിട്ട് നിൽക്കുന്നതാണ് സംഘടനയ്ക്ക് അഭികാമ്യമെന്ന് എൻ്റെ സ്വന്തം നിലയിൽ അഭിപ്രായം ഞാൻ പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. മുൻ വാഗ്ദാനം പാലിക്കാമെന്ന ഉറപ്പ് BJP നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച സാഹചര്യത്തിൽ നിലപാടിൽ വെള്ളാപ്പള്ളി നടേശൻ വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് BDJSന്റെ പ്രതീക്ഷ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. LDF മികച്ച വിജയപ്രതീക്ഷ പുലർത്തുന്ന ആറ്റിങ്ങലിൽ ഇത്തവണ കനത്ത വെല്ലുവിളിയാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സിറ്റിംഗ് MLA അടൂർ പ്രകാശിനെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDF ശ്രമം. വിജയപ്രതീക്ഷകൾ ന്യൂസ് 18മായി പങ്കുവയ്ക്കുകയാണ് അടൂർ പ്രകാശ്. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശാണ്. ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്ന ഒരു നിയമത്തിലാണ്. എന്നോട് പാർട്ടി ആറ്റിങ്ങൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ അതിന് തയ്യാറാണ് എന്നാണ് അന്ന് എൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഒരു ശക്തമായ പോരാട്ടം കൊടുക്കണം. ആ ശക്തമായ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ നിയോജകമണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ. ആ നിയോജകമണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം കൊടുക്കാൻ വേണ്ടിയാണ് ആറ്റിങ്ങൽ ഞാൻ മത്സരിക്കാമെന്ന് ഞാൻ തൻ്റെ അടുത്തോടു കൂടി പറഞ്ഞത്. CPM വലിയ വിജയപ്രതീക്ഷ വച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. സിറ്റിംഗ് അവരുടെ മണ്ഡലമാണ്. അങ്ങനെയുള്ള ഒരിടത്തേക്ക് ഒരു സിറ്റിംഗ് MLAയെ കോൺഗ്രസ് രംഗത്തിറക്കുക, അതും മണ്ഡലം ജില്ല മാറി തിരുവനന്തപുരം ജില്ലയിലേക്ക് വരും. അത് സ്വാഭാവികമായ ഒരു കടുത്ത വെല്ലുവിളിയായിട്ട് തോന്നും. ഞാൻ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അത് പരിഹരിച്ച് ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റ് നിരവധി നേതാക്കളുണ്ടായിരുന്നു, പരിഗണിക്കപ്പെടേണ്ടവരൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഒരു പക്ഷേ അപ്പം താങ്കൾ ജില്ലയ്ക്ക് പുറത്തു നിന്ന് ആറ്റിങ്ങലിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അത് ആ തരത്തിലൊരു പ്രചരണ സാധ്യതയാവാൻ ഇടമുണ്ടോ? അങ്ങനെ കാണുന്നു? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതില്ല, അങ്ങനെ ഒരു കാര്യം കാണുന്നതേ ഇല്ല. ഒപ്പം മറ്റൊന്ന്, ഈ ശബരിമല വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കപ്പെടുക ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ ആ വിഷയം എങ്ങനെ പ്രതിഫലിക്കും? ഈ സർക്കാർ കാണിച്ച തെറ്റായ നയങ്ങളിലൂടെയാണ് ഈ ജനങ്ങളെയൊക്കെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ അവസരം ഒരുക്കിയത്. തീർച്ചയായിട്ടും ഞാൻ കാണുന്ന ഒരു കാര്യം, അവരുടെയൊക്കെ മനസ്സ് UDFന് അനുകൂലമായി വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. UDFന് അനുകൂലമായ ഒരു ചിന്ത അവരുടെ മനസ്സുകളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. പശ്ചിമ ബംഗാളിലെ CPMന്റെ സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ്. മുൻ MP ദീപാദാസ് മുൻഷിയാണ് റായ്ഗഞ്ച് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPM PB അംഗം മുഹമ്മദ് സലീമാണ് റായ്ഗഞ്ചിൽ നിന്നുള്ള ലോക്സഭാ അംഗം. മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാതെ CPMന് പിന്തുണ നൽകുന്നതിൽ പ്രതിഷേധിച്ച് ദീപ പാർട്ടി വിടുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു. 25 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് എല്ലാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1634 വോട്ടുകൾക്കാണ് ദീപാദാസ് മുൻഷി മുഹമ്മദ് സലീമിനോട് പരാജയപ്പെട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. ഇന്നു മുതൽ 25 വരെ പത്രിക സമർപ്പിക്കാം. 28 പിൻവലിക്കാനുള്ള അവസാന തീയതി. ഏപ്രിൽ 11 ആദ്യഘട്ട വോട്ടെടുപ്പ്. 20 സംസ്ഥാനങ്ങളിലെ 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാന നിയമസഭകളിലേക്കുമാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുത്ത്. മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് ഗോവയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് BJPയും കോൺഗ്രസും രംഗത്തെത്തി. ഇരു പാർട്ടികളുടെയും MLAമാർ ഗവർണറെ കണ്ടു. പ്രമോദ് സാവന്തിനെയാണ് BJP മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മനോഹർ പരീക്കറുടെ സംസ്കാരം വൈകിട്ട് 5 മണിക്ക് പനാജിയിൽ നടക്കും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, വിവരങ്ങൾ. അമീന, ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്നാണ് ഗോവയിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമായിട്ടുള്ളത്. നിലവിൽ നിയമസഭാ സ്പീക്കറായ പ്രമോദ് സാവന്തിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിട്ട ചർച്ചകളാണ് BJPയിൽ നടക്കുന്നത്. എന്നാൽ സഖ്യകക്ഷികളുടെ അറിയിപ്പ് കൂടി അവർക്കുകൂടി സമ്മതനായ ഒരു ആളെയായിരിക്കും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുക. അവിടെ വിശ്വജിത് റാണയുടെ പേരും പരിഗണിക്കുന്നുണ്ട്. അതായത് പ്രമോദ് സാവന്തിന് എതിരെ സഖ്യകക്ഷികൾ രംഗത്ത് വരികയാണ് എങ്കിൽ
വിശ്വജിത് റാണയെ ആയിരിക്കും മുഖ്യമന്ത്രിയായി BJP പരിഗണിക്കാൻ പോകുന്നത്. അതേസമയം ഈ സഖ്യകക്ഷികൾ തന്നെ മുഖ്യമന്ത്രി അവകാശവാദവുമായി രംഗത്തെത്തിയത് BJPയെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. മഹാരാഷ്ട്രവാദി ഗോമാതക് പാർട്ടി നേതാവ് സുധിൻ ധവാലിക്കറും ഗോവ ഫോർവേഡ് പാർട്ടി നേതാവ് വിജയ് സർദേശായിയുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവരെ അനുനയിപ്പിക്കുന്നതിനുള്ള മറ്റൊരു ചർച്ച കൂടി BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിനിടെ നിലവിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസ് സർക്കാരുണ്ടാക്കാൻ അവകാശവാദവുമായി വീണ്ടും ഗവർണറെ സമീപിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗോവയിലെ നിയമസഭയുടെ പശ്ചാത്തലം ഇതാണ്. ഗോവയിൽ ആകെയുള്ളത് 40 അംഗങ്ങൾ ആണ്. ഇപ്പോൾ 4 അംഗങ്ങളുടെ കുറവാണ് ഗോവയിലുള്ളത്. ഈ 4 മണ്ഡലങ്ങളിലേക്ക് പനാജി, ഷിരോദ, മാണ്ഡ്രം, മപൂസ എന്നിങ്ങനെ 4 മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ആകെ 36 അംഗങ്ങളാണ് ഇപ്പോൾ ഗോവയിൽ ഉള്ളത്. ഇതിൽ കോൺഗ്രസിന് 14 അംഗങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആണ് എന്ന അവകാശവാദവുമായി ഇപ്പോൾ ഗവർണറെ സമീപിച്ചിട്ടുള്ളത്. BJPക്ക് 12 അംഗങ്ങളാണുള്ളത്. MGPയുടെ 3 ഗോവ ഫോർവേഡ് പാർട്ടിയുടെ 3 സ്വതന്ത്രരുടെയും പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ നിലനിൽക്കുന്നത്. ഇവിടെയാണ് സർക്കാർ പ്രതിസന്ധിയിലാകുന്നത്. ഒരുപക്ഷെ മനോഹർ പരീക്കർ മരിച്ചതിന് ശേഷം ഈ സർക്കാർ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന വികാരമാണ് ഇപ്പോൾ ഗോവയിൽ ഉള്ളത്. ഈ വികാരത്തെ പ്രയോജനപ്പെടുത്തുവാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത്. അമീന. ശരി അഭിലാഷ്. കോടതിയലക്ഷ്യ കേസിൽ പ്രതിയായ പ്രീത ഷാജിയെ കൊണ്ട് സാമൂഹ്യ സേവനം ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി ഹൈക്കോടതി. എന്തുതരം സേവനമാണ് വേണ്ടതെന്ന് നാളെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കും. കേസിൽ പ്രീത ഷാജിക്ക് ക്ഷമാപണം നടത്തിയെങ്കിലും കോടതി അംഗീകരിച്ചില്ല. പ്രീതിയുടെ പ്രവർത്തികൾ സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നതെന്ന് കോടതി പറഞ്ഞു. തെറ്റ് ചെയ്തിട്ട് പിന്നീട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി വിധിയുടെ നഗ്നമായ ലംഘനം നടത്തിയതിന് തക്കമായ ശിക്ഷ നൽകണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വീട് ജപ്തി ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് ഇവർ കോടതിയലക്ഷ്യ കേസിൽ പ്രതിയായത്. മലപ്പുറം വേങ്ങരയിൽ വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ച 6 വയസ്സുകാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ഷാനാണ് മരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗം പടരാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. അത്യപൂർവമായ വെസ്റ്റ് നൈൽ രോഗത്തെ തുടർന്നാണ് 6 വയസ്സുകാരന്റെ മരണമെന്നാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പനിയെ തുടർന്ന് കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടിയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് പുലർച്ചെ 3:30 മരണം. അത് ഓട്ടോണോമസ് സിസ്റ്റത്തിനെ ബാധിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻ വരാം. അപ്പോൾ കുട്ടിക്ക് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്നുള്ള ഇത് വന്നിട്ട് കാർഡിയാക് അറസ്റ്റ് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷികളിൽ നിന്നുള്ള വൈറസ് കൊതുകുകളിലൂടെയാണ് മനുഷ്യനിലേക്ക് എത്തുന്നത്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതിനാലാണ് രോഗം മാരകമാകുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. സ്പ്രെഡ് ആയിട്ടില്ല. ഇറ്റ് വാസ് ഹൈലി ലോക്കലൈസ്ഡ് ആ ഒരു ഏരിയയിൽ. അസുഖത്തെക്കുറിച്ച് പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം മലപ്പുറത്ത് തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പൂനെക്ക് അയച്ചിട്ടുണ്ട്. മറ്റാർക്കും ഇതുവരെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം ശ്രീവരാഹം കൊലക്കേസിലെ മുഖ്യപ്രതി അർജുൻ പോലീസ് പിടിയിൽ. പുലർച്ചെ തമ്പാനൂരിൽ നിന്നാണ് അർജുൻ പിടിയിലായത്. തലസ്ഥാന നഗരത്തിൽ ഗുണ്ടാ വിളയാട്ടം തുടരുകയാണ്. കഴക്കൂട്ടത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച ഗുണ്ടാ സംഘത്തലവൻ പോലീസ് വലയിലായി. ശ്രീവരാഹത്ത് ശ്യാം എന്ന മണിക്കുട്ടനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ അർജുനാണ് പിടിയിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി സംഭവത്തിന് ശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. സുഹൃത്തുക്കൾ മുഖേന പാസ്പോർട്ട് സംഘടിപ്പിച്ച് വിദേശത്തേക്ക് കടക്കാനുള്ള നീക്കത്തിലായിരുന്നു അർജുൻ. പാസ്പോർട്ടിനായി ഇന്ന് പുലർച്ചെ എത്തിയപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അർജുൻ പിടിയിലായത്. ഇതോടെ ശ്യാം വധക്കേസിലെ 3 പ്രതികളും അറസ്റ്റിലായി. അതേസമയം തലസ്ഥാനത്ത് ഗുണ്ടാ ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്നലെ രാത്രി കഴക്കൂട്ടം കരിയിൽ സ്വദേശി ഉണ്ണിക്കുട്ടനെ ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു വഴിയിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. വധശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട പഞ്ചായത്ത് ഉണ്ണിയും സംഘവുമാണ് പിടിയിലായത്. മേനംകുളത്ത് ഉത്സവപ്പറമ്പിൽ നിൽക്കുകയായിരുന്ന ഉണ്ണിക്കുട്ടനെ പഞ്ചായത്ത് ഉണ്ണിയും സംഘവും ബലം പ്രയോഗിച്ച് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കിയ ശേഷം വെട്ട് റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് വീടുകയറി ആക്രമിച്ചെന്ന പരാതിയുമായി നിർമ്മാതാവ് ആൽവിൻ ആന്റണി. ആൽവിനും കുടുംബവും DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകി. റോഷൻ ആൻഡ്രൂസിന്റെ സഹസംവിധായകനായ മകൻ ആൽവിൻ ജോൺ ആന്റണിയെ ആക്രമിക്കാനാണ് സംഘം എത്തിയതെന്ന് പരാതിയിൽ പറയുന്നു.
ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പോലീസിന് കൈമാറുമെന്നും ആൽവിൻ പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ആൽവിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഭാരവാഹികളായ സുരേഷ് കുമാർ, രഞ്ജിത്ത്, സന്ദീപ് സേനൻ എന്നിവർക്കൊപ്പമെത്തിയാണ് ആൽവിനും കുടുംബവും പരാതി നൽകിയത്. ആരോപണം റോഷൻ ആൻഡ്രൂസ് നിഷേധിച്ചു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജ ബാങ്ക് രേഖകൾ ചമച്ചെന്ന കേസിൽ പ്രതിയായ ഫാദർ പോൾ തേലക്കാട്ടിനെ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കണമെന്ന് ഇന്ത്യൻ കാത്തലിക് ഫോറം. ഇല്ലെങ്കിൽ സമരവുമായി തെരുവിലിറങ്ങുമെന്നും ഫോറം വ്യക്തമാക്കി. ഏതാനും വൈദികർ നൽകിയ രേഖകൾ കൈമാറുക മാത്രമാണ് ചെയ്തത് എന്നാണ് പോൾ തേലക്കാട്ടിന്റെ നിലപാട്. ജനുവരി 7-ന് കാക്കനാട് സിറോ മലബാർ സഭാ ആസ്ഥാനത്ത് നടന്ന സഭാ സിനഡിൽ കർദിനാളിന്റെ പേരിലുള്ള വ്യാജ ബാങ്ക് അക്കൗണ്ട് രേഖകൾ നൽകി മാർ ജോർജ് ആലഞ്ചേരിയെ അഴിമതിക്കാരനായി അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഫാദർ പോൾ തേലക്കാടിനെതിരെയുള്ള പരാതി. സിറോ മലബാർ ഇന്റർനെറ്റ് മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോബി മാപ്രക്കാവിലാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് തേലക്കാട്ടിനെ പുറത്താക്കണമെന്ന് ഇന്ത്യൻ കാത്തലിക് ഫോറം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ സത്യദീപത്തിന്റെ ഇംഗ്ലീഷ് പത്രാധിപ സ്ഥാനത്തു നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യുക എന്നുള്ളതാണ് സഭ ആദ്യമേ ചെയ്യേണ്ടത്. എന്നാൽ ഏതാനും വൈദികർ തന്നെ ഏൽപ്പിച്ച രേഖകൾ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നേരിട്ട് നൽകുകയായിരുന്നുവെന്നും ഇതിൽ കേസെടുത്തതെന്തിനെന്നറിയില്ലെന്നും ഫാദർ പോൾ തേലക്കാട് പറഞ്ഞു. ഭൂമി ഇടപാട് സംബന്ധിച്ച വത്തിക്കാൻ നടപടികൾ അന്തിമഘട്ടത്തിലായിരിക്കെയാണ് പുതിയ നീക്കം. ന്യൂസ് 18 കൊച്ചി. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ഗംഗാ പൂജയോടെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രിയങ്ക ഗാന്ധി. അലഹബാദിൽ നിന്നാണ് പ്രിയങ്ക ഗംഗായാത്രയ്ക്ക് തുടക്കമിട്ടത്. നദിയുടെ ഇരുകരകളിലുമുള്ള ജനങ്ങളെ കണ്ട് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിലേക്കാണ് പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് യാത്ര. ഉത്തർപ്രദേശ് ഇതുവരെ കാണാത്ത പ്രചാരണത്തിനാണ് ബിജെപിയുടെ ശക്തി കേന്ദ്രമായ കിഴക്കൻ യുപിയിൽ പ്രിയങ്ക ഗാന്ധി തുടക്കമിട്ടത്. ഗംഗാമാതാവ് വിളിച്ചതുകൊണ്ടാണ് താൻ വാരാണസിയിലെത്തിയതെന്നായിരുന്നു മോദി 2014 തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിച്ചത്. അതേ ഗംഗ തന്നെയാണ് പ്രിയങ്കയും പ്രചാരണ വിഷയമാക്കുന്നത്. ബുധനാഴ്ച വരെ നീണ്ടുനിൽക്കുന്ന പര്യടനത്തിൽ അലഹബാദ് മുതൽ വാരാണസി വരെയുള്ള 140 കിലോമീറ്റർ ദൂരം പ്രിയങ്ക ബോട്ടിൽ സഞ്ചരിക്കും. ഗംഗയുടെ കരകളിലുള്ള ജനങ്ങളോട് സംവദിക്കുന്നതിനൊപ്പം നദിയുടെ ശോചനീയാവസ്ഥ മുഖ്യ പ്രചാരണ വിഷയമാക്കുകയാണ് ലക്ഷ്യം. ആദ്യ ദിനം സിർസ, സീതാമണ്ഡി എന്നിവിടങ്ങളിലെ ജനങ്ങളുമായും പ്രിയങ്ക സംവദിക്കും. വിദ്യാർത്ഥികൾക്കൊപ്പം ബോട്ട് പേ ചർച്ചയും സംഘടിപ്പിച്ചിട്ടുണ്ട്. യാത്രയ്ക്കിടെ പ്രധാന ക്ഷേത്രങ്ങളിലും പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. ഹോളി ആഘോഷത്തിന്റെ തലേദിവസം മോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ വലിയ പരിപാടികളോടെയാണ് യാത്ര സമാപിക്കുക. ഇന്നലെ അലഹബാദിലെത്തിയ പ്രിയങ്ക ഉത്തർപ്രദേശ് ജനതയ്ക്കായി കത്തെഴുതിയിരുന്നു. ജനാഭിപ്രായം തേടി അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും പ്രിയങ്ക കത്തിൽ കുറിച്ചിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികളുടെ പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചാരണായുധമാണ് ബൈപ്പാസ് വികസനം. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത് തന്റെ ശ്രമം കൊണ്ടാണെന്ന് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ അവകാശപ്പെടുന്നു. സംസ്ഥാന സർക്കാരിന്റെ സമയബന്ധിതമായ ഇടപെടൽ മൂലമാണ് ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം. ഞാൻ 2014 മെയ് മാസം 18 ലോക്സഭാംഗമാകുന്നു. 2015 മെയ് 28 അതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നു. 2018 പൂർത്തീകരിക്കുന്നു. 2019 ജനുവരിയിൽ നാടിന് സമർപ്പിക്കുന്നു. അതിൽ എന്റെ പങ്ക് ആർക്കാ നിഷേധിക്കാൻ കഴിയുക? കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമായത് താൻ നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണെന്ന് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ അവകാശപ്പെടുന്നു. എന്നാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ MP-യായ പ്രേമചന്ദ്രൻ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിമർശനം. ഇടത് ജനപ്രതിനിധികളുടെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടൽ കൊണ്ടാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമായതെന്നും LDF മറുപടി നൽകുന്നു. സംസ്ഥാന സർക്കാരിനെ ബൈപ്പാസ് ചെയ്ത് പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് പ്രേമചന്ദ്രന്റെ BJP അനുകൂല നിലപാടാണ് വ്യക്തമാക്കുന്നതെന്നും LDF കുറ്റപ്പെടുത്തി. BJPയുമായിട്ട് കൊല്ലത്തെ MP മാനസികമായി അടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ഈ നടപടിക്രമങ്ങൾ. നേരത്തെ ബൈപ്പാസ് ഉദ്ഘാടനം വിവാദമായതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തും ബൈപ്പാസിനെ ചൊല്ലി അവകാശവാദം ഉയരുന്നത്. NK പ്രേമചന്ദ്രനും ഇടതുമുന്നണിയും ഒരുപോലെ വികസന നേട്ടം അവകാശപ്പെടുമ്പോൾ ഇതിന്റെ ഗുണം ആർക്ക് ലഭിക്കുമെന്ന് കണ്ടറിയണം. കൊല്ലത്ത് നിന്നും ശ്യാം ദേവരാജ്, ന്യൂസ് 18.